ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് വന്നേക്കുന്നത്. ദൈവമേ, ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര? അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. സംഭവം വേറൊന്നുമല്ല, ഹൗസിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ, ഇപ്പോഴത്തെ ഒരു സംഭവങ്ങളും എന്റെ ഒരു സൈഡ് ഞാൻ പറയാണ്. ഇനി അതിന്റെ കുറവേ ഉള്ളൂ. ഇനി ഞാൻ തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയാലേ പറ്റൂ. നീ ഇത് കണ്ടോ? എന്റെ കൂർമ്മ ബുദ്ധിയിൽ വിളഞ്ഞ വിത്താണിത്. എന്നാ പാഴാക്കി കളയാതെ എവിടെയെങ്കിലും കൊണ്ട് വിതച്ചൂടെ? അതേടാ, പറ്റിയ സ്ഥലത്ത് തന്നെ വിതയ്ക്കുകയും ചെയ്യും. താമസിയാതെ ഇതിന്റെ ഫലം നമ്മൾ കൊയ്യും. മോളുടെ മാറ്റർ തന്നെ ആണെങ്കിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്, അവന്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞ ചില ആളുകളാണ് കുറ്റവാളികളെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഞാന് അനുവിനോട് ഇവര് പുറത്തുനിന്ന് വന്ന ആൾക്കാരെ പറയുന്നത് കേട്ടിട്ട് ഭയങ്കര എന്താ പറയാ, ബാക്ക് സ്റ്റാബ് ചെയ്തു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. സത്യം മാത്രം. പുറത്തുനിന്ന് ഇവരിങ്ങനെ വന്നപ്പോ നമുക്ക് എത്ര അവിടെ നിന്ന് ഇവിടുന്ന് ഇൻഫർമേഷൻ കിട്ടൂല എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഇവിടുന്ന് ഇൻഫർമേഷൻ കിട്ടും പല രീതിക്ക്. എന്നിട്ട് അപ്പൊ അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മള് അറിയും. ഒരു പിക്ചർ കൈൻഡ് ഓഫ് ഒരാളുടെ പെർസ്പെക്റ്റീവിലുള്ള ഒരു പിക്ചർ നമുക്ക് കിട്ടും. ഒന്നുമില്ലെങ്കിലും ഞാൻ അവരുടെ അമ്മാവനല്ലടി. അയ്യ നല്ല കുമ്മാവൻ. നിങ്ങൾ ചെയ്ത ക്രൂരത മുഴുവനും അവര് പറഞ്ഞു കാണേ. അതൊക്കെ ഞാൻ വേറെ രീതിയിൽ പറഞ്ഞു കൊടുക്കും. ഇനി ഇപ്പൊ ഇത്തിരി നാറിയാലും അത് ഞാൻ അങ്ങോട്ട് സഹിക്കും. ഇപ്പൊ ഉള്ളതിനേക്കാൾ കൂടുതൽ നാറരുതെന്നേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ. അപ്പോൾ അത് കിട്ടിയപ്പോ ഞാൻ നോക്കുമ്പോ കുറേ പേർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇവര് എല്ലാരും അനുമോളെയാ പറയുന്നത്. അനുമോൾ ഇങ്ങനെ കാട്ടി അങ്ങനെ കാട്ടി എന്നൊക്കെ ഉള്ള സംഗതി. ഓരോ ആൾക്കാരുടെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ പറയുമ്പോ അത് എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ അത്രയ്ക്ക് ദുഷ്ടനൊന്നുമല്ല. നുണ പറഞ്ഞ് ഫലിപ്പിക്കാൻ എന്റെ അത്ര എക്സ്പെർട്ട് കേരളത്തിൽ വേറെ ആരുമില്ല. അപ്പോ ഞാൻ എന്താക്കി, ഞാൻ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാൻ പിടിക്കൊന്നും ചെയ്തൊന്നുമില്ല. മോറോവർ എനിക്ക് എടുത്തിട്ടുണ്ടെന്ന് അറിയാലോ. എന്ന് വെച്ചാ വളരെ മോശമാണ്. അപ്പൊ ഇവര് വന്നിട്ട് ഇവരെ വിഷമങ്ങളും കാര്യങ്ങളും പറഞ്ഞപ്പോ ഞാൻ വിചാരിക്കുന്നു, അപ്പൊ ഇവള് കൽപ്പിച്ചൂട്ടിയിട്ട് എന്തിനെങ്കിലും ഉപദ്രവിക്കുന്നു അങ്ങനത്തെ ഒരു സംഗതി ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സ്റ്റിൽ അനുമോക്ക് എനിക്ക് തോന്നുന്നതാണ് മൊത്തത്തിലൊരിത് ഞാൻ കണ്ടത് വെച്ചിട്ട് ഇപ്പൊ ഇറങ്ങിയതിന് ശേഷമാണല്ലോ നമുക്കൊരു കറക്റ്റ് പിക്ചർ എന്താണെന്ന് അറിയത്തുള്ളൂ. അയ്യടാ, ഇപ്പൊ വായി വെള്ളം ഊറുന്നുണ്ടോ? ഇതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു. ആ ദരിദ്രവാസി ഇത്രയും വലിയ പണക്കാരനാവുന്ന ആരെങ്കിലും അറിഞ്ഞു എന്റെ ശാന്തേ? ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ദീർഘവീക്ഷണോ ഇല്ല, ബുദ്ധിയില്ലാന്ന്. ഞാൻ പറഞ്ഞ എന്താ പറയാ സാധനങ്ങളിലൊന്നും ഞാൻ കള്ളത്തരം ആഡ് ചെയ്തിട്ടും കാര്യങ്ങളൊന്നുമില്ല. ദേഷ്യം വന്നപ്പോ അവിടെ നിന്ന് ഇവിടുന്നും പറയും അത് കള്ളത്തരമാണെങ്കിൽ ഞാൻ അപ്പൊ തന്നെ മാറ്റി പറയും. അപ്പൊ ഇങ്ങനെ വന്നപ്പോ ഞാനിത് ഓരോന്ന് കേൾക്കുമ്പോ അപ്പൊ ഞാൻ വിചാരിക്കും പഠിച്ചോനെ ഇവള് അപ്പൊ ഇത് കൽപ്പിച്ചൂട്ടി ചെയ്യാണോ അതോ ഇങ്ങനെ ഇങ്ങനെ എന്തിനാ ചെയ്യുന്നത്, എന്തിനാ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്നേ എന്നുള്ളൊരു സംഗതി എനിക്കടിച്ച് എനിക്ക് ഭയങ്കര എനിക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്. എടാ, ഒരു യഥാർത്ഥ സുഹൃത്തിനെ അവിശ്വസിക്കുന്നവൻ, അതായത് നീ, ഒരു കാലത്തും ഗുണം പിടിക്കില്ല. ഞാൻ വിചാരിച്ചു ഇവളപ്പ എന്നോട് നിന്നത് ഓൾറെഡി മറ്റേ എന്തോ കണ്ടിട്ടാണ് നിന്നത് അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അതൊക്കെ ഇനിയിപ്പോ ഉദ്ദേശിച്ച് പറഞ്ഞിട്ട് അറിയാതെ വായിന്ന് വന്നതാണോ, അവളന്ന് പറഞ്ഞ് അതങ്ങനെ അല്ലായിരുന്നു എന്ന്. പക്ഷെ ഇനിയിപ്പോ അതാണോ ഇവർക്ക് വന്ന അനുഭവങ്ങളായിരിക്കും അപ്പൊ എനിക്കും വരിക. അങ്ങനെയൊക്കെയുള്ള ഒരു സംഗതിയിൽ എനിക്ക് ഓവർ തിങ്ക് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. അത് അങ്ങനത്തെ ഒരു സ്പേസ് ആണ്. ഇപ്പോ നമുക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവുന്ന ഒരു സ്പേസ് ആണ്. നമ്മളെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ചതിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംഗതി നമുക്ക് തോന്നും. അതിന് നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവും. അത് അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു പരിപാടിയാണ്. നമ്മൾ മാനിപ്പുലേറ്റഡ് ആവും. അതുപോലെ തന്നെയാണ് കമന്റ്സ് കണ്ടിട്ട് ഇപ്പൊ പലർക്കും നെഗറ്റീവ് ഉണ്ടാവാം, പോസിറ്റീവ്സും ഉണ്ടാവാം. പക്ഷെ അത് കണ്ടിട്ട് നെഗറ്റീവ് പറഞ്ഞു അപ്പൊ ഇയാൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ പോസിറ്റീവ്സ് പറഞ്ഞിട്ട് ഓക്കെ അപ്പൊ ഇയാൾ ഇങ്ങനെയാണ്, അങ്ങനെ നമ്മൾ ഒരിക്കലും വിലയിരുത്തരുത്. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. അതൊരു ഗെയിം ഷോ ആണ്. ഗെയിം ഷോ ആയിട്ട് തന്നെ എടുക്കണം എല്ലാവരും. അല്ലാതെ അത് നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന ആളാണ്, അങ്ങനെ ചെയ്യുന്ന ആളാണ്, അങ്ങനൊന്നുമില്ല. എല്ലാവരുടെ ഉള്ളിലും ഒരു ഗുഡും ബാഡും ഉണ്ട്. ആരും ഇപ്പൊ 100% പെർഫെക്റ്റ് ഒന്നും അല്ല. എല്ലാവരുടെ ഉള്ളിലും രണ്ട് സൈഡും ഉണ്ട്. മോളെ, ഇവൻ നല്ല ചെറുക്കനാ. ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ഇപ്പൊ വർക്കാവില്ല. അപ്പൊ നമ്മള് മെയിൻ ആയിട്ട് ആ ഒരു പോസിറ്റീവ് സൈഡ് അല്ലെങ്കിൽ ആ ഒരു പ്ലസ് സൈഡ് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അത് മതി. എല്ലാവർക്കും ഉണ്ടായ നെഗറ്റീവ് സൈഡ്. അപ്പൊ എന്തിനാ നമ്മൾ നെഗറ്റിവിറ്റി ഡ്രാഗ് ചെയ്യുന്ന അതിന്റെ ആവശ്യമൊന്നുമില്ല. അതിപ്പോ ആരാണെങ്കിലും കേട്ടോ, ഞാൻ എന്നെ പറയുന്നല്ല, ജനറലി പറയുന്ന ഒരു കാര്യമാണ്. പറഞ്ഞ സാധനം എനിക്ക് മറ്റൊരു അബദ്ധമാണ്, പുറത്ത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയാൻ. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈസിലി ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ഒരാളാണെന്ന്. അതാണ് ഞാൻ അങ്ങനെ ഇതാക്കിയത് കേട്ടോ. അല്ലാതെ എനിക്ക് ഇപ്പൊ അനുവിനോടാണെങ്കിലും ആരോടാണെങ്കിലും എനിക്ക് അവരുടെ സങ്കടത്തിൽ ഞാൻ ജോയിൻ ചെയ്യും. അവരുടെ സന്തോഷത്തിലും എനിക്ക് സന്തോഷം തന്നെയാണ്. മർത്യന് കൈപ്പിഴ ജന്മസിദ്ധം എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഡോക്ടർ മാപ്പാക്കണം. മഹാജനാന മനമിളക എന്ന് വേറൊരു ചൊല്ലുണ്ട്. എന്റെ മനം ഇളകില്ല.
ഇളകുന്ന കുറ്റല്ല കാതറെ നീ ചെയ്തത്. നന്മയാണ് ലോകത്ത് ലാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു സൈഡാണ് ആൾക്കാർ കൂടുതൽ ഫോക്കസ് ചെയ്യാത്തത്. ഞാൻ പറഞ്ഞ പോയിന്റ് എനിക്ക് മനസ്സിലായോ? അപ്പൊ അതിൻ്റെ ഉള്ളിൽ പറഞ്ഞതും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ സൈഡിൽ മിസ്റ്റേക്സും കാര്യങ്ങളും ഉണ്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ തെറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അനു എന്നെ വിശ്വസിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. അയ്യോ പാവം, പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പൂച്ചല്ലേ ഇവൻ. അപ്പൊ ഇവള് എന്റെ ചെവിയിൽ ഇത് ഓരോന്ന് പറഞ്ഞത് എന്നെ യൂസ് ചെയ്യായിരുന്നു. റബ്ബെ, എനിക്ക് അങ്ങനെയൊക്കെ ഒരു സാധനങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. എനിക്കും ട്രസ്റ്റ് ഇഷ്യൂസ് കൂടി. ഇവള് ട്രൂ ഫ്രണ്ടാണ്, പക്ഷെ അങ്ങനെ ഒരു സംഗതി നമുക്ക് അതിനുള്ളത് തോന്നിപ്പോവും. അത് എൻ്റെ ഒരു അവസ്ഥയാണ്. അത് നീ വല്ല സ്കൂൾ മാഷ്മാരോട് പറഞ്ഞാൽ മതി, അവര് വിശ്വസിക്കും. എനിക്കിനിപ്പോ അനുവിനോടാണെങ്കിലും ആരോടാണെങ്കിലും മിണ്ടുന്നതിന് കാര്യങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. അവള് എന്റെ നല്ലൊരു ഫ്രണ്ടാണ്. എനിക്കൊരു സിസ്റ്റർലി വൈബായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലടാ ആണ് എന്റെ കാര്യം ഞാൻ വേറെ ആളോട് ചോദിക്കണേ. ഇപ്പൊ ഞാൻ പറഞ്ഞ PR സാധനങ്ങളാണെങ്കിലും ഇറങ്ങുമ്പോ പറഞ്ഞത് ഞാനൊരു സാധനം പറഞ്ഞു പൊട്ടിക്കണോ വേണ്ടിയോ എന്ന് എനിക്ക് അവിടെ നിന്നുള്ളത് അവിടെ നിന്ന് പറഞ്ഞ് തീർക്കണമായിരുന്നു. അപ്പൊ ഇന്നത് അനു ഇതൊക്കെ വിട്ടേക്ക്, ഇതൊക്കെ സംഭവങ്ങൾ നീ പറഞ്ഞുണ്ട്, അല്ലെങ്കിൽ എന്തരാണെന്ന് അറിഞ്ഞൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും. ഇത് നിങ്ങളോട് പറയാൻ എനിക്കറിയാതെ അനു കാണും ഇറങ്ങിയിട്ടാണെങ്കിലും. അപ്പൊ അവർക്ക് എന്നോട് ഓക്കെ ആവാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ ആവട്ടെ. കമ്പനിക്കാരെപ്പോഴും കമ്പനിക്കാരിക്കണം, അതിന്റെ ഇടയിൽ കൂടി മണലിറക്കാൻ വരരുത്. എന്നിലുണ്ട് നല്ലതും ചീത്തയും, ഇല്ലാന്നില്ല. അത് നിങ്ങൾ എന്നെ കാണുന്ന പോലെ ഇരിക്കും. അനുവിലും ഉണ്ട് നല്ലതും ചീത്തയും, നൂറയിലും ഉണ്ട് നല്ലതും ചീത്തയും. പുറത്തെന്താണ് അകത്തെന്താണെന്നല്ല, നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ അതിന് ആ ഒരു രീതിക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഞാൻ പറയുന്നില്ല, ഇനി ഞാൻ പറയാനായിട്ട് ആരും ഇൻഫ്ലുവൻസ്ഡ് ആവണ്ടാൽ നിങ്ങൾ ആലോചിക്കുക. നമുക്ക് സംഗതികളുണ്ടല്ലോ, ഓരോന്നെടുത്തിട്ട് ആലോചിക്കാനും ഇതാക്കാനൊക്കെ കാര്യങ്ങളും വീഡിയോസും ഫോണൊക്കെ ഉണ്ട്, എപ്പിസോഡ്സ് ഉണ്ട്. ഇപ്പൊ ഇതൊക്കെ കണ്ടിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാം. എന്തായാലും ജനങ്ങളുടെ സപ്പോർട്ടുള്ള വ്യക്തി വിന്നർ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കണം. പക്ഷെ എനിക്ക് വിന്നർ ആവണമെന്നായിരുന്നു. അപ്പോൾ ഇപ്പൊ എന്ത് പറയുന്നു? സംസ്ഥാന സമ്മേളനത്തിന്റെ പിരിവ് ഇവിടെ വെച്ച് നിങ്ങൾ ഇപ്പൊ എനിക്ക് നൽകുന്നുവോ, അതോ ഞാൻ വീട്ടിലേക്ക് വരണോ?